എനിക്ക് അങ്ങനത്തെ ഒരു തോട്ട് വന്നപ്പോഴത്തേനും പിന്നെ ഞാൻ പാടിക്കൊണ്ടിരുന്ന സമയത്താണ് എനിക്ക് ഈ ഒരു സാധനം ക്ലിക്ക് ചെയ്ത് ഞാൻ പെട്ടെന്ന് ഇങ്ങനെ സ്റ്റോപ്പ് ചെയ്തു. പാടിക്കൊണ്ട് തന്നെയാണ് ഞാനിങ്ങനെ സ്റ്റോപ്പ് ചെയ്തിട്ട് ഞാൻ ദൈവത്തിനോട് പറഞ്ഞു, ദൈവം റിയലി സോറി, നമ്മൾ ഒരിക്കലും അങ്ങനെ ചിന്തിക്കാൻ പാടില്ല എന്നുള്ളൊരു സംഭവം. ഈവൻ ഫിലിം സോങ്സ് ആണെങ്കിലും ചില പാട്ടുകളൊക്കെ ഭയങ്കരമായിട്ട് ആളുകൾക്ക് അങ്ങനെ കണക്ട് ചെയ്യണം. അപ്പം അങ്ങനത്തെ പാട്ടുകൾ ഞാൻ പാടുമ്പോഴാണെങ്കിൽ പോലും ആ ഒരു ഇമോഷനോടെ പാടാൻ ശ്രമിക്കും. പബ്ലിക് ഷോസിൽ എനിക്ക് തോന്നുന്നു എല്ലാ ക്രൗഡും വരും. അപ്പം ഞങ്ങൾ അങ്ങനത്തെ സോങ്സും കൂടെ ആഡ് ചെയ്യും, കുറച്ചും കൂടെ അവർക്കും കണക്ട് ചെയ്യാൻ പറ്റുന്ന. പക്ഷെ ആളുകൾ ഭയങ്കര ഇപ്പം ഇച്ചിരി കൂടെ ഓപ്പൺ ആണ്, പഴയ പോലെയൊന്നും അല്ല, കുറച്ചും കൂടെ ഓപ്പൺ ആണ് ആളുകൾ. നന്ദിയോടെ ഞാൻ സ്തുതി പാടിടും എൻ്റെ യേശുനാഥ, എനിക്കായി നീ ചെയ്തോരോ നന്മയ്ക്കും ഇന്നു നന്ദി ചൊല്ലുന്നു ഞാൻ. നിങ്ങളുടെ സോങ്സ് കൂടുതലും ഈ യൂത്തിനെ ഒരുപാട് അല്ലെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്, എസ്പെഷ്യലി ഗോസ്പൽ സോങ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ. ഇന്നത്തെ ജനറേഷൻ കുട്ടികളെ അങ്ങനെ അതൊരു റെസ്പോൺസിബിലിറ്റി ആയിട്ട് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? തോന്നിയിട്ടുണ്ട്. ഞാനൊക്കെ ഇങ്ങനെ എപ്പോഴും ചിന്തിക്കുക, അതായത് ഈ ഗോസ്പൽ സോങ്ങിൻ്റെ കാര്യം എനിക്കൊരു 2 വീക്സ് മുന്നേ, അതായത് ഇവിടെ ഞാനൊരു കൊച്ചിയിലൊരു സ്റ്റുഡിയോയിൽ റെക്കോർഡ് ചെയ്യാൻ പോയി. അപ്പം അവിടെ ആക്ച്വലി എല്ലാ പടങ്ങളൊക്കെ സംഭവിക്കുന്ന ഒരു സ്ഥലമാണ്. അപ്പം ഞാനപ്പോൾ ഒരു ഗോസ്പൽ സോങ് റെക്കോർഡ് ചെയ്യാനാണ് പോണേ. അപ്പോൾ എൻ്റെ മനസ്സിൽ ഭയങ്കരമായിട്ട് അവരിനി എന്ത് വിചാരിക്കും എന്നുള്ളൊരു ആംഗിൾ പെട്ടെന്ന് ഇങ്ങനെ ഒരു സംഭവം തോന്നി. അതായത് ഇത്രയും പടങ്ങൾ നടക്കണതിൻ്റെ ഇടയിൽ ഒരാൾ ഗോസ്പൽ സോങ് ആയിട്ട്, നമ്മൾ മനുഷ്യരാണല്ലോ, നമ്മൾ അങ്ങനെ ചിന്തിക്കുന്ന ഒരു സംഭവം. എന്നിട്ട് ഞാൻ അങ്ങനത്തെ ഒരു തോട്ടിലാണ് അവിടെ പോയത്. പക്ഷേ ഞാൻ പാടിക്കൊണ്ടിരുന്ന സമയത്ത് ശരിക്കും എൻ്റെ മനസ്സിലോട്ട് ഭയങ്കരമായിട്ടൊരു സാധനം സ്ട്രൈക്ക് ചെയ്തു. അതായത് ഈ എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പാട്ടുകൾ ഒത്തിരി പേരെ ഹീൽ ചെയ്യിപ്പിക്കുന്നുണ്ട്. അപ്പം ഇപ്പം എൻ്റെ ഈ ചേച്ചി പറഞ്ഞ പോലത്തെ പല കമൻസും ഇപ്പം ഞാൻ പോലും അങ്ങനെ അറിഞ്ഞ് പാടിയൊന്നും ആയിരിക്കത്തില്ല, വെറുതെ പാടിയേക്കണ പാട്ടുകളുടെ അടിയിൽ എന്താണ് എന്നെ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. കേൾക്കുന്ന ഇമോഷനും കൂടി ഏത് മൂഡിലായിരിക്കണത് എന്നുള്ളതാണ്. അപ്പൊ എനിക്ക് മനസ്സിലായി, അതായത് നമ്മൾ ഒരിക്കലും അത് മ്യൂസിക്കാണ്, നമ്മൾ ഒരിക്കലും അങ്ങനത്തെ ഒരു കൺവേർഷൻ ആ ഒരു സെപ്പറേറ്റഡ് ആയിട്ട് അത് കാണരുതെന്നുള്ളൊരു സംഭവം. മ്യൂസിക്കിന് ഹീൽ ചെയ്യാനുള്ള പവർ ഉണ്ട്. എസ്പെഷ്യലി ഗോസ്പൽ സോങ്സിന് വേറൊരു ഇമോഷൻ ഉണ്ട്, പടത്തിന് വേറൊരു ഇമോഷൻ ഉണ്ട്. ഇപ്പൊ പടങ്ങളിലെ പാട്ട് കേട്ട് ആളുകൾക്ക് പല സോങ്സും ഭയങ്കരമായിട്ട് കണക്ട് ആവണ, അപ്പോൾ അതിനെ റെസ്പെക്ട് ചെയ്യുക. അപ്പോൾ എനിക്ക് അങ്ങനത്തെ ഒരു തോട്ട് വന്നപ്പോഴത്തേനും പിന്നെ ഞാൻ പാടിക്കൊണ്ടിരുന്ന സമയത്താണ് എനിക്ക് ഈ ഒരു സാധനം ക്ലിക്ക് ചെയ്ത് ഞാൻ പെട്ടെന്ന് ഇങ്ങനെ സ്റ്റോപ്പ് ചെയ്തു. പാടിക്കൊണ്ട് തന്നെയാണ് ഞാനിങ്ങനെ സ്റ്റോപ്പ് ചെയ്തിട്ട് ഞാൻ ദൈവത്തിനോട് പറഞ്ഞു, ദൈവം റിയലി സോറി, നമ്മൾ ഒരിക്കലും അങ്ങനെ ചിന്തിക്കാൻ പാടില്ല എന്നുള്ളൊരു സംഭവം. അപ്പൊ അതിനൊരു പവറുണ്ട്. മ്യൂസിക് ഇസ് ഓൾവേസ് ഗോഡ് ഗിഫ്റ്റഡ് ആയിട്ടുള്ള ഒരു ഇതാണല്ലോ, ബ്ലെസ്സിംഗ് ആണ്. അപ്പൊ നമ്മളൊരാൾക്ക് പകർന്നു കൊടുക്കുമ്പോൾ അവരത് ഓക്കെ ആന്ന് പറഞ്ഞ് അവർക്ക് അത് ഹീലിംഗ് കിട്ടുന്നുണ്ടെന്ന് പറയുന്നത് തന്നെ നമ്മളെ സംബന്ധിച്ച് വലിയൊരു ബ്ലെസ്സിംഗ് ആണ്. അല്ല, ഞാൻ പറഞ്ഞല്ലോ, നമ്മള് മനുഷ്യരാണ്, മാനസികമായ ഒത്തിരി ചിന്തകൾ ഇതിനകത്ത് വരും. അപ്പൊ അങ്ങനെ ഒരു പ്രോസസ്സിലൂടെ പോയപ്പോഴാണ് ഞാൻ അങ്ങനെ ചിന്തിച്ചത്. പക്ഷെ അതിനുശേഷം ഞാൻ ശരിക്കും മനസ്സിലാക്കി അങ്ങനെയല്ല, ദൈവം ഇതിനൊരു പേർപ്പസ് ഉണ്ട്. അപ്പം എവറി മ്യൂസിക്, ഏത് സോങ് ആയിക്കോട്ടെ, അതിനൊരു പേർപ്പസ് ഉണ്ട്. അപ്പൊ അതിന് റെസ്പെക്ട് ചെയ്യുക, അതിനോട് കൂടുതൽ നീതി പുലർത്തുക, വാക്ക് കിട്ടണില്ല, നീതി പുലർത്തുക. ഏത് സോങ് പാടിയാലും ഇപ്പം ഞാനിപ്പോൾ ചിന്തിക്കണം എന്ന് പറഞ്ഞാൽ ഏത് പാട്ട് പാടിക്കഴിഞ്ഞ് കഴിഞ്ഞാലും ആ ഒരു എന്താ ഹമ്പിളായിരിക്കുക, മാക്സിമം നന്നായിട്ട് പാടാൻ ശ്രമിക്കുക. ചിലപ്പോൾ ഒരാൾക്കായിരിക്കാം അത് ഹിറ്റാവാൻ പോണം, അയാൾക്ക് വേണ്ടി എന്നുള്ള രീതിയിൽ പാടുക എന്നുള്ളൊരു സംഭവം. അങ്ങനെയാണ് പല ഗോസ്പൽ സോങ്സ് ഞാൻ പാടിയേക്കണത്. ചിലതൊന്നും അങ്ങനെ ചിന്തിച്ചിട്ടില്ല, പക്ഷെ ചിലതൊക്കെ ഞാൻ അങ്ങനെ ചിന്തിച്ച് പാടാറുണ്ട്. ഇപ്പം ഈവൻ ഫിലിം സോങ്സ് ആണെങ്കിലും ചില പാട്ടുകളൊക്കെ ഭയങ്കരമായിട്ട് ആളുകൾക്ക് അങ്ങനെ കണക്ട് ചെയ്യണം. അപ്പം അങ്ങനത്തെ പാട്ടുകൾ ഞാൻ പാടുമ്പോഴാണെങ്കിൽ പോലും ആ ഒരു ഇമോഷനോടെ പാടാൻ ശ്രമിക്കും. അത് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യാറുണ്ട്. ഈ ഏറ്റവും കൂടുതൽ ഫിലിം സോങ്സ് ആണ് ഇപ്പൊ പാടുന്ന കേൾക്കുന്ന സോങ്സ്, ഫിലിം സാഡ് ഇമോഷണൽ ടൈപ്പ് സോങ്സ് ആണോ, ലൈക്ക് ഇമോഷണലി കണക്റ്റഡ് ആണെന്ന് പറഞ്ഞുകൊണ്ട് ചോദിച്ചു? ഇല്ല, ഞാൻ എല്ലാം കേൾക്കാറുണ്ട്. അത്യാവശ്യം ഞാൻ പണ്ട് മുതലുള്ള ഇപ്പം
ബാബുരാജ് മുതലുള്ള സോങ്സ് മുതൽ ഞാൻ കേൾക്കാറുണ്ട്. അതെ അതെ, പഴയ ഇംഗ്ലീഷ് സോങ്സ്, പഴയ ക്ലാസിക്സ് ഒക്കെ ഞാൻ കേൾക്കാറുണ്ട്. അപ്പോൾ അത് ആ സമയത്ത് ഇമോഷൻ, എനിക്ക് പഴയ ക്ലാസിക്സ് ഒക്കെ ഭയങ്കരമായിട്ട് കണക്ട് ആവാറുണ്ട്. ഇംഗ്ലീഷ് സോങ്സ് ഒക്കെ ഭയങ്കരമായിട്ട് കണക്ട് ചെയ്യാറുണ്ട്. ഈഗിൾസും പഴയ എൽവിസ് പ്രസ്ലി ഒക്കെ കേൾക്കാറുള്ള സോങ്സ് ഒക്കെ. അപ്പോൾ അതൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് കണക്ട് ചെയ്യാറുണ്ട്. ഞാൻ എപ്പോഴും ട്രാവൽ ചെയ്യണ സമയത്തൊക്കെ ആണെങ്കിലും കൂടുതലും കേൾക്കണത് പഴയ പാട്ടുകളൊക്കെ തന്നെയാണ്. സ്റ്റേജിൽ ഏറ്റവും കൂടുതൽ സാറ്റിസ്ഫാക്ഷൻ തരുന്ന സോങ്സ് ഏതാണ്? സ്റ്റേജ് നോക്കുകയാണെങ്കിൽ യെസ്, അത് പലതും പല രീതിയിലാണ്. പക്ഷെ എനിക്ക് കൂടുതലും ഞങ്ങളുടെ ഒറിജിനൽസ് പാടുമ്പോഴത്തേനും ഒരു ഭയങ്കര ഒരു ഇമോഷൻ കിട്ടാറുണ്ട്. അതായത് ഈ പണ്ടൊക്കെ ഞങ്ങൾ തുടങ്ങിയ സമയത്ത് ഞങ്ങൾക്ക് ഭയങ്കര ടെൻഷനായിരുന്നു. അതായത് നമ്മൾ ഈ സിനിമ പാട്ടുകളൊക്കെ പാടി ആളുകളെ തുള്ളിപ്പിക്കുക എന്നുള്ളൊരു ആംഗിളാണല്ലോ ഷോസിനൊക്കെ. അപ്പോൾ ആ സമയത്ത് ഇനി ഞങ്ങളുടെ പാട്ടും കൂടെ കൊണ്ടുപോയി കഴിഞ്ഞാൽ ഇനി ഇവരിനി കൂവോ അല്ലെന്നുണ്ടെങ്കിൽ ഇവർ ട്രാക്ക് മാറ്റുമെന്നൊക്കെ പറയുമെന്നൊക്കെ. അപ്പോൾ ആദ്യമൊക്കെ കുറേ കാലം ഞങ്ങളതൊക്കെ ഒഴിവാക്കി വെച്ചു, പാടണ്ട വേണ്ടെന്നൊക്കെ ആണെങ്കിൽ. പിന്നെ ഇപ്പം നമ്മൾ ശ്രദ്ധിക്കുമ്പോഴത്തേനും ആളുകൾ പുതിയ പാട്ടുകളിലോട് ഭയങ്കരമായിട്ട് അവർ ഓപ്പൺ ആവുന്നുണ്ട്. അപ്പോൾ അതിനൊക്കെ ഉറപ്പായിട്ടും കാരണം നമ്മുടെ ഇപ്പം മലയാളത്തിൽ ജോബേട്ടൻ, അവിയൽ, അവരൊക്കെ തന്നെയാണ് അതിൻ്റെ കാരണം അവരാ ഒരു സ്ട്രക്ചർ ഉണ്ടാക്കി വെച്ചു കുറച്ച് കാലം കൊണ്ട്. അപ്പോൾ അത് ഞങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇപ്പം ഞങ്ങൾ പറയും ഞങ്ങളുടെ സ്വന്തം പാട്ടാന്ന് പറയുമ്പോഴത്തേനും എല്ലാവരും ഭയങ്കര ഹാപ്പിയാണ്. എന്നിട്ട് ഞങ്ങളന്ന് അവിടെ പ്ലേ ചെയ്ത് കഴിഞ്ഞിട്ട് ഞങ്ങളുടെ യൂട്യൂബിലൊക്കെ അടിയിൽ വന്ന് കമന്റ് ചെയ്തു, ഇന്ന് ഞങ്ങൾ കേട്ടിട്ട് വന്ന അങ്ങനത്തെ കമന്റ്സ് ഒക്കെ കാണുമ്പോഴത്തേനും ഭയങ്കര സന്തോഷമുണ്ട്. അപ്പം കൂടുതലും സന്തോഷം തോന്നുന്നത് ഞങ്ങളുടെ സ്വന്തം പാട്ടിന് ആളുകളുടെ റിയാക്ഷൻ കിട്ടുമ്പോൾ ഞങ്ങൾക്ക്. അതായത് ഞങ്ങൾ ഇറങ്ങി ഒരു പാട്ട് റിലീസ് ചെയ്ത് 2 ആഴ്ച എന്തോ ആയിട്ടുള്ളൂ. എന്നിട്ട് ഞങ്ങളൊരു ഷോ ഇവിടെ കൊച്ചി തന്നെ ഒരു കോളേജിൽ ചെയ്യുക. അപ്പോൾ ഞങ്ങൾ നോക്കിയപ്പോൾ ഒരു പ്ലക്കാർഡിൽ ആ പേരൊക്കെ എഴുതി ഈ പാട്ട് പാടുമെന്നൊക്കെ ചോദിച്ചിട്ട് ഞങ്ങൾ ദൈവം ഇത് ആരും കേട്ടിട്ടൊന്നും ഇല്ലല്ലോ എന്ന് പറഞ്ഞ് ഞങ്ങൾ അങ്ങനത്തെ ഒരു ഇതൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അതെ അതെ, അത് ഞങ്ങൾ ഇപ്പൊ വേറെ സിനിമ പാട്ട് ചോദിക്കണത് വേറെ, പക്ഷെ ഞങ്ങളുടെ പാട്ട് റിക്വസ്റ്റ് ചോദിക്കുമെന്ന് പറഞ്ഞാൽ ഭയങ്കര നമുക്ക് ലിസണേഴ്സ് ഉണ്ടോ. അതെ അതെ അതെ, ഞങ്ങൾ നീ ഇപ്പൊ കേട്ടടാ, ഞാൻ ഇത് എപ്പൊ കേട്ട നീ എന്നുള്ള ഞാൻ മൈക്കിലൂടെ ചോദിച്ചു. പറഞ്ഞു എടാ പാടുമെന്നൊക്കെ ചോദിച്ചു. അപ്പൊ ഞങ്ങളൊന്നും അവിടെ പാടി എല്ലാരും ജോയിൻ ചെയ്തു. ഭയങ്കര അടിപൊളി പരിപാടി. ഇൻഡി ട്രാക്സിന്റെ ഒരു കാലഘട്ടം കൂടിയാണല്ലോ പോയിക്കൊണ്ടിരിക്കുന്നത്. അതിൽ കൂടുതൽ എക്സ്പ്ലോർ ചെയ്യാനാണോ ഇനി? ഉറപ്പായിട്ടും ഞങ്ങളിപ്പോൾ അത് തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പം ബാൻഡായിട്ടും ഞങ്ങൾ ഒരു ആൽബം ചെയ്തുകൊണ്ടിരിക്കുക. ഞങ്ങളുടെ ഒരു EP അല്ലാണ്ട് ഇപ്പോൾ ഓൾമോസ്റ്റ് റിലീസ് ആയിക്കൊണ്ടിരിക്കുന്നു. അതിൽ 2 സോങ്സ് റിലീസ് ചെയ്തു, ഇനി 2 കൂടെ റിലീസ് ചെയ്യാനുണ്ട്. അല്ലാണ്ട് ഒരു ആൽബം ചെയ്തുകൊണ്ടിരിക്കുക. അത് ബാൻഡിന്റെ സൈഡിൽ, അല്ലാണ്ട് എൻ്റെ ഒരു പ്രൊജക്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പം കുറേ പാട്ടുകൾ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ശരിക്കും എനിക്ക് തോന്നുന്നു എനിക്ക് കൂടുതലും കൂടെ കണക്റ്റ് ആവണത് ഇങ്ങനെ സ്വന്തമായിട്ട് പാട്ടുകൾ ചെയ്യുക എന്നുള്ളൊരു ആംഗിളാണ്. ഞാനതാണ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് കൂടുതലും. ഇപ്പം ഇപ്പം നമ്മൾ തന്നെ കമ്പോസ് ചെയ്തിട്ട് ഞങ്ങളതൊരു ഗ്രൂപ്പിൽ പാടുമ്പോഴത്തേനും അവരത് ഭയങ്കരമായിട്ട് പോസിറ്റീവ് അത് ഭയങ്കരമായിട്ട് എന്നെ ഹെൽപ്പ് ചെയ്യാറുണ്ട്. മീൻസ് എന്നെ അങ്ങോട്ട് ചിന്തിക്കാനും കുറച്ചും കൂടെ ചിന്തിക്കാനും ഒക്കെ എന്നെ ഭയങ്കര ഇപ്പം ഞങ്ങൾക്കൊരു ഇൻറ്റിമേറ്റ് സെറ്റ് ഉണ്ടായിരുന്നു ഒരു 1.5 വർഷം മുന്നേ. അപ്പോൾ അന്ന് കംപ്ലീറ്റ്ലി ഞാൻ എൻ്റെ ഒറിജിനൽസാണ് ഫുള്ള് പാടിയ ഷോ, വേറെ ഒരു പാട്ടും പാടിയില്ല, ഫുൾ ഒറിജിനൽസാണ് പാടിയത്. അപ്പോൾ സ്റ്റിൽ അതിനകത്തുള്ള ആളുകൾ ഇപ്പോഴും ഈ പാട്ട് ഇറങ്ങിയില്ലല്ലോ ഇതെങ്ങനെ ചോദിക്കാറുണ്ട്. അപ്പൊ ഈ ഓഡിയൻസ് കൂടുതലും യൂത്ത് കുട്ടികളാണോ അതോ മിക്സ് ആണോ? ഞങ്ങള് ആക്ച്വലി അങ്ങനെ ചിന്തിക്കാറില്ല. ഞങ്ങള് പ്രായമുള്ളവരാണെങ്കിലും യങ് അറ്റ് ഹാർട്ട്സ് എന്നുള്ളൊരു കാണുന്നത് കൂടുതലും കോളേജസ് ആണ് ചെയ്യുന്നത്. അല്ലാണ്ട് പബ്ലിക് ഷോസും ചെയ്യാറുണ്ട്. പബ്ലിക് ഷോസിൽ എനിക്ക് തോന്നുന്നു എല്ലാ ക്രൗഡും വരും. അപ്പൊ ഞങ്ങൾ അങ്ങനത്തെ സോങ്സും കൂടെ ആഡ് ചെയ്യും, കുറച്ചും കൂടെ അവർക്കും കണക്ട് ചെയ്യാൻ പറ്റുന്ന. പക്ഷെ ആളുകൾ ഭയങ്കര ഇപ്പം ഇച്ചിരി കൂടെ ഓപ്പൺ ആണ്, പഴയ പോലെയൊന്നും അല്ല, കുറച്ചും കൂടെ ഓപ്പൺ ആണ് ആളുകൾ. ബേസിക്കലി പാട്ട് കേൾക്കുക, നന്നായിരിക്കുക, അതാണ് അവരുടെ ആംഗിൾ. നല്ലതാണെങ്കിൽ അവർ കേൾക്കും. അതുകൊണ്ട് നന്നായിട്ട് ചെയ്യുക. അപ്പം നമ്മൾ ആ ഒരു ഹാർട്ടോടെ ഒരു ഫുൾ ഹാർട്ടോടെ നമ്മൾ ചെയ്യുക, അത്രേ ഉള്ളൂ. അപ്പം ആളുകൾ കേട്ടോളും എന്നുള്ളൊരു സംഭവം ഉണ്ട്. നമുക്ക് ആ നന്ദിയോടെ സ്തുതി പറഞ്ഞു പോയെങ്കിലും അത് പാടിയില്ല. നന്ദിയോടെ ഞാൻ സ്തുതി പാടിടും എൻ്റെ യേശുനാഥ, എനിക്കായി നീ ചെയ്തോരോ നന്മയ്ക്കും
ജന്മയ്ക്കും ഇന്നു നന്ദി ചൊല്ലുന്നു ഞാൻ. അർഹിക്കാത്ത നന്മകളും എനിക്കേകിടും ദയാനിധേ. യാചിക്കാത്ത നന്മകൾ പോലുമേ എനിക്കേകിയോന് സ്തുതി. നന്ദിയോടെ ഞാൻ സ്തുതി പാടിടും എൻ്റെ യേശുനാഥ. എനിക്കായി നീ ചെയ്തോരോ നന്മയ്ക്കും ഇന്നു നന്ദി ചൊല്ലുന്നു ഞാൻ. വെരി നൈസ്. ഐവിഷിന്റെ വോയിസ് ഭയങ്കര ഡിവൈനാണ്, കേട്ടിരിക്കാൻ ഭയങ്കര സുഖം. വെറുതെ ഉള്ള ആൾക്കാർ ഇത്രയും നല്ല നല്ല കമന്റ്സ് പറയുന്നത്. അപ്പം എല്ലാ സിംഗേഴ്സിനും കോൺഷ്യസ്ലി അല്ലെങ്കിൽ സബ് കോൺഷ്യസ്ലി ഒരു സിംഗർ ഉണ്ടാവുമല്ലോ ചെറുപ്പത്തിൽ, ലൈക്ക് ഇൻഫ്ലുവൻസ് ചെയ്ത ഒരാള്. അങ്ങനെ ചൈൽഡ്ഹുഡിലൊക്കെ ഇൻഫ്ലുവൻസ് ചെയ്ത ഏതെങ്കിലും സിംഗേഴ്സോ കമ്പോസേഴ്സ് ഒക്കെ ഉണ്ടായിരുന്നോ? എനിക്ക് തോന്നുന്നു കമ്പോസർ എനിക്ക് ഹാരിസ് ജയരാജിന്റെ പാട്ടുകളൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു. ഞാൻ ആ സമയത്തൊക്കെ എനിക്ക് തോന്നുന്നു നമ്മുടെ സ്കൂൾ ടൈമിലൊക്കെ അങ്ങനത്തെ ഒത്തിരി പാട്ടുകൾ ഞാനൊക്കെ ആ സമയത്ത് സ്കൂളിലൊക്കെ പാടുമായിരുന്നു. അപ്പോൾ ഞാൻ എപ്പോഴും പാടിക്കഴിഞ്ഞാലും എനിക്ക് തോന്നുന്നു പുള്ളിയുടെ പാട്ട് ഞാൻ ഉറപ്പായിട്ടും എ റഹ്മാന്റെ പാട്ടുകൾ, എ റഹ്മാൻ സാറിന്റെ പാട്ടുകളും കേൾക്കും. എല്ലാ പാട്ടുകളും ഞാൻ കേൾക്കാറുണ്ട് പണ്ട് മുതലേ. പക്ഷെ ഞാൻ കൂടുതൽ എൻ്റെ ഒരു സ്റ്റൈൽ ഓഫ് സിംഗിങ് എന്നൊക്കെ ഞാൻ അപ്പം ചിന്തിക്കുക ഇങ്ങനത്തെ പാട്ടുകളൊക്കെ ആണെങ്കിൽ നല്ലതായിരിക്കും എന്നൊക്കെ വെച്ചിട്ട് അങ്ങനെ ഞാൻ ഹാരിസ് ജയരാജിന്റെ പാട്ടുകളൊക്കെ ഒത്തിരി പാടാറുണ്ട്. സോങ്സ് ഒക്കെ ഇപ്പൊ മ്യൂസിക് മെലഡി ഒക്കെ ആണെങ്കിലും ഭയങ്കരമായിട്ട് ആളുകളെ കണക്ട് ചെയ്യണ മെലഡീസ് ഒക്കെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. ഭയങ്കര സിമ്പിൾ ആയിരിക്കാം, പക്ഷെ എന്നാലും ഭയങ്കര ഇമോഷണൽ സംഭവം ഉണ്ട് എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പം പുള്ളിയുടെ പാട്ടുകൾ ഭയങ്കരമായിട്ട് എന്നെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. ആ സമയത്തിന് ഇപ്പം ഹരിഹരൻ സാറിന്റെ വോയിസ് ഒക്കെ എനിക്ക് ഭയങ്കരമായിട്ട് എന്താ നമ്മൾ ഈ ഹീലിംഗ് എന്നുള്ള വാക്ക് ഭയങ്കരമായിട്ട് ഹീൽ ചെയ്യാൻ പറ്റുന്ന വോയിസ് ആയിട്ടൊക്കെ എനിക്ക് തോന്നിയിട്ടുണ്ട്. അങ്ങനെ പണ്ട് മുതലേ അവരുടെ പാട്ടൊക്കെ ഇങ്ങനെ വെറുതെ ഇങ്ങനെ ട്രൈ ചെയ്തൊക്കെ നോക്കും, ഇങ്ങനെ പാടിയൊക്കെ. ഞാൻ അവിയലിലൂടെ ഫീച്ചർ ചെയ്തായിരുന്നു, ഒരു 3-4 ഷോസ് ലൈവ് അവിയലിലൂടെ ചെയ്തായിരുന്നു. നല്ലൊരു എക്സ്പീരിയൻസ്. അതെ ഉറപ്പായിട്ടും. കാരണം ഞാനൊന്നും എൻ്റെ ജീവിതത്തിൽ പോലും അത് കാരണം ഇപ്പം ഒരു സിനിമയിൽ പാടണതൊക്കെ അല്ലെന്നുണ്ടെങ്കിൽ ഒരു ലൈവിനൊക്കെ അവർ നമ്മളെ വിളിക്കും അങ്ങനത്തെ ഉള്ള സാധനം ഒരിക്കലും ചിന്തിച്ചിട്ടില്ല. ജോബേട്ടനൊക്കെ എന്നെ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഇപ്പം ജോബേട്ടനൊക്കെയാണ് എൻ്റെ അടുത്ത് ആദ്യം പറയണത്, നീ സ്വന്തമായിട്ട് പാട്ടി എന്ന് പറഞ്ഞാൽ പുള്ളിയൊക്കെ എൻ്റെ അടുത്ത് പച്ചയ്ക്ക് പറഞ്ഞിട്ടുണ്ട്, നീ ഇങ്ങനെ നടക്കാണ്ട് പോയി പാട്ട് ചെയ്യണമെന്നൊക്കെ പുള്ളിയാണ് എൻ്റെ മുഖത്ത് നോക്കി പറയണത്. ആദ്യമായിട്ടോടെ ഒരാൾ അങ്ങനെ പറയണം. ശരിയെന്നല്ലേ. ഇപ്പൊ ഈ പാട്ടൊക്കെ കേൾക്കുമ്പോഴേ ഒരുപാട് ഗേൾസ് ഉണ്ടാവുമല്ലോ ഫാൻസ് ആയിട്ട്, അപ്പൊ അവരെങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യണത്? ഹാൻഡിൽ ചെയ്യാറില്ല. സുന്ദര